തുറന്ന സംവാദത്തിന് ഞാൻ സാധാരണ ആരും ഡിബേറ്റിന് വിളിക്കാറില്ല. എന്നെയാണ് പണ്ട് ഡിബേറ്റ് വിളിച്ചത്. ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം. ഇപ്പൊ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? വിഴിഞ്ഞം തുറമുഖം ശരിയാണ്, ഇപ്പോഴാണ് പൂർത്തിയായത്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടപ്പോൾ പിണറായി വിജയൻ എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്. ദേശാഭിമാനി തലക്കെട്ട് കൊടുത്തത് കടൽ കൊള്ള എന്നാണ്. കടൽ കൊള്ള. അതെങ്ങനെ ഈ കടൽ കൊള്ള ഇപ്പൊ കടൽ വിപ്ലവമായി മാറി? ഇപ്പൊ പൂർത്തിയായപ്പോ കടൽ വിപ്ലവം എന്നാണ് ഹെഡിങ് കൊടുത്തത്. ഇതിപ്പോ പിണറായി വിജയന്റെ ക്രെഡിറ്റിലേക്ക് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം പോയത്? പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങളുടെ കാലത്ത് ഇടുന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ ഇടുമ്പോ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, ഇത് ഇടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴത്തെ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയാ. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നാണ് പറയുന്നത്. ഭയങ്കര സംഭവമാണ് ഇത്. ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോഴും സംവാദത്തിന് തയ്യാറാണ്. ഇത് സഭയിൽ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിലുണ്ട്. സഭയിൽ ഇതൊക്കെ റെക്കോർഡിലുണ്ട്. ഇത് സഭയിൽ. അതായത് ശബരിമലയെ കുറിച്ചാണ് പറഞ്ഞത്. ശബരിമലയെ കുറിച്ച് ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയം ചോദിച്ചപ്പോ അനുമതി തന്നില്ല. വളരെ സന്തോഷം. അത് എപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുകയില്ല. പ്രതിപക്ഷം ഏത് പ്രതിപക്ഷമായാലും, കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുക. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായി? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ച ചെയ്തു. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയും. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായി, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ലേ? ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ പൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരും. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെന്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവില്ല. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നുള്ളവരുന്നില്ല, നല്ലതുപോലെ ഗവൺമെന്റിനെതിരെ പറയാം എന്താ ചെയ്ത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന ചെയ്യാനുണ്ടായത് എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നേരെ ചൊവ്വേ മറുപടി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചുവിടുകയാണുണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നില. ഇപ്പോൾ